ഹായ് നമസ്കാരം. അങ്കമാലി സ്പന്ദനം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എളൂർക്കവലയാണ്. എളൂർക്കവലയിൽ റിലയൻസ് പമ്പ് ജിയോൻ്റെ പമ്പിനും ഇടയിൽ ഒരു തടി ലോറി വെളുപ്പിന് 2:30-3 മണിക്ക് മറിഞ്ഞതാണ്. ആളപായം ഇല്ല, ചെറിയൊരു തലയ്ക്ക് ചെറിയ പരിക്കും കാര്യങ്ങളുള്ളൂ. അപ്പോൾ വടക്കുന്നാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ തടിവണ്ടികൾ വരുന്നത്. അവർ ശ്രദ്ധിക്കേണ്ടതാണ്. കറുകുറ്റി മുതൽ കരയാമ്പറമ്പ് വരെ ഡേഞ്ചർ മേഖലയാണ്. ചാറ്റൽ മഴയത്താണെന്ന് മറിഞ്ഞത്. അപ്പോൾ ചാറ്റൽ മഴ ആണ്ട് പ്രത്യേകിച്ചും റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് വണ്ടി ചവിട്ടിയാൽ വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും, തടിവണ്ടി മാത്രമല്ല ഏത് വാഹനങ്ങളും വരുമ്പോൾ ശ്രദ്ധിച്ച് വേണം വരാനായിട്ട്, അല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഈ വണ്ടിയുടെ മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരുന്ന എല്ലാ വാഹനങ്ങളും അവരവരുടെ സുരക്ഷ നോക്കി പയ്യെ വന്ന് ബ്രേക്ക് ചവിട്ടുക. ഇല്ലെങ്കിൽ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിയാൽ ഇത് അരികി കിടക്കണ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാകുക. അപ്പോൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക. തൃശ്ശൂർ ഭാഗത്തുനിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് തടിയുമായിട്ട് കയറ്റി വന്ന ലോറിയാണ് എളൂർക്കവലയിൽ അപകടത്തിൽപ്പെട്ടത്. ഏകദേശം ഒരു 2:30-3 മണി സമയത്ത് തൃശ്ശൂർ ഭാഗത്ത് വന്ന വണ്ടിയാണ്. അത് പിടിയിൽ ബ്രേക്ക് ഓട്ടിയപ്പോൾ എന്താ പറ്റിയെന്നാലും ഉറങ്ങിയതാണെന്ന് അറിയില്ല. വണ്ടി പിടിയിൽ മറിഞ്ഞ് സൗണ്ട് കെട്ടി ഞങ്ങൾ ഓടി വന്നു. ഞങ്ങൾ കുറച്ച് പേരുടെ ഹിന്ദിക്കാരും ഞങ്ങൾ കുറച്ച് പേര് ഹെൽപ്പ് ചെയ്ത് ആളെ പുറത്തെടുത്ത് പരിക്കുകളൊന്നും അധികമില്ല. പിന്നെ തലയ്ക്ക് ചെറിയൊരു മുറിവോ അങ്ങനെ വേണ്ടിയുണ്ട്. അപ്പോൾ തന്നെ എല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ വണ്ടി ഓവർ സ്പീഡായിരുന്നോ അതോ ഉറങ്ങിയതാണോ എന്നറിയില്ല. ഈ സൈഡ് ഭിത്തിയൊക്കെ ഇടിച്ച് തകർത്ത് ഇതിൻ്റെ ബാക്ക് വീല് സെറ്റടക്കം ഊരിപ്പോയിട്ടാണ് ഇത് ഇവിടെ വന്ന് മറഞ്ഞു വീണത്. അപ്പോൾ ഒന്നുകിൽ സ്പീഡായിരിക്കാം അല്ലെങ്കിൽ ഉറങ്ങിയതായിരിക്കാം. അങ്ങനെ ഈ വണ്ടി എളൂർക്കവലയിൽ മറിഞ്ഞത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വരിക. പിന്നെ ഇവിടെ റോഡ് നല്ല മിനുസമായിരുന്നു. നല്ല മഴയുള്ള സമയത്താണ് ഇത് തെന്നി മറിഞ്ഞതായിരിക്കാം. ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നി മറിഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടീനെ വെട്ടിച്ച് കിടന്നപ്പോൾ മറിഞ്ഞതായിരിക്കാം. ഡ്രൈവർമാർ ഈ മേഖലയിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു വരിക.